Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതിൻ്റെ അടിഭാഗവും സൈഡൊക്കെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാനിവിടെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഓവണിലോ സ്റ്റൗ ടോപ്പിലോ വെച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ഓവണിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, മിൽക്ക് 50 മില്ലി, ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 1/3 കപ്പ്, കോൺഫ്ലോർ 1.5 ടേബിൾ സ്പൂൺ, ക്രീം ചീസ് 1/2 കപ്പ്, ബട്ടർ 2 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, 4 മുട്ട. ഇവിടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രീസ് ചെയ്ത് അതിലേക്കൊരു താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ക്രീം ചീസിൻ്റെ ഒരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് പാല്, ബട്ടർ, ക്രീം ചീസ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂണിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി ഒന്ന് സ്റ്റൗവിലേക്ക് വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കണം. കൂടുതൽ ടൈം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് മെൽട്ടായി എല്ലാം കൂടി ഒന്ന് യോജിക്കുന്നത് വരെ ചൂടാക്കിയാൽ മതി. ഇങ്ങനെ ഇളക്കി എല്ലാം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ ക്രീം ചീസിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ചെറിയ ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ നന്നായി ഹാൻഡ് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് അല്പം മൈദ ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഈ ഹാൻഡ് വിസ്ക് വെച്ച് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ബാക്കിയുള്ള മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ബാച്ചുകളായി ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി സ്റ്റിഫായി വരുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കാം. എഗ്ഗൊക്കെ ഇവിടെ നന്നായി പതഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് നല്ല സോഫ്റ്റ് പീക്ക് സ്റ്റേജ് ആകുന്നിടം വരെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരുള്ളൂ. ഇനി അതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഒന്നിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുൾ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്. നല്ല സ്റ്റിഫായി വരുന്നുണ്ട്.
കുറച്ചുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എഗ്ഗൊക്കെ ഇവിടെ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നോക്കാം. ഈ ഒരു സ്റ്റേജ് ആകുന്നിടം വരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് ആൻഡ് ഫ്ലോർ മിക്സിലേക്ക് അല്പാൽപമായി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഹാൻഡ് വിസ്ക് വെച്ച് തന്നെ മെല്ലെ യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി ഇങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് വിസ്ക് കൊണ്ട് യോജിപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതില്ലെങ്കിൽ സ്പാച്ചുല കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്. എപ്പോഴും ഇങ്ങനെ മെല്ലെ യോജിപ്പിച്ചെടുക്കാനേ പറ്റുള്ളൂ. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററാണ് കേക്കിന് ആവശ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഇത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കേക്കാണ്. കമൻസിൽ എനിക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാതെയുള്ള കേക്ക് ഉണ്ടാക്കാൻ ഒരു കമൻറ്റ് വന്നിരുന്നു. അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണിത്. ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററാണ്. ഇനി ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്റ്റിക്ക് കൊണ്ട് കേക്കിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഞാൻ ഓവനിൽ വെച്ച് സ്റ്റീം ബേക്ക് ചെയ്യാനാണ് പോകുന്നത്. ഇത് നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവൻ ഞാൻ 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് വലിയ പാൻ വെച്ച് അതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ പാനിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച ടിന്ന് വെച്ച് കൊടുത്ത് ഒരു 140 ഡിഗ്രിയിൽ 90 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഓവനിൽ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം പുറത്തെടുക്കാം. ഇനി ഇത് വെള്ളത്തിൽ നന്നെടുത്ത് മാറ്റി വെക്കാം. ഇതിനെ ഇങ്ങനെ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കേക്ക് അങ്ങ് താണു പോകും. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരല്പം ചൂടാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഇതൊരു വയർ റാക്കിലേക്ക് വെച്ച് അതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷിഫോൺ കേക്കാണ് ഇത്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും കൂടുതൽ വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.